കേരളത്തിലേക്ക് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികളും കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള ആളുകളും. എനിക്കൊപ്പം ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നത് മുൻ മന്ത്രിയും തവനൂരിലെ ഇടത് സ്വതന്ത്ര MLA കൂടിയായിട്ടുള്ള ഡോക്ടർ KT ജലീലാണ്. എങ്ങനെയാണ് അർജന്റീന ടീമിൻ്റെയും മെസ്സിയുടെയും വരവിനെ അങ്ങ് കാണുന്നത്? എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഒരു അനർഘ മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരം എന്നറിയപ്പെടുന്ന മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന കേരളത്തിൽ വരുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് നൽകുന്ന ആവേശം ചെറുതാവില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കായിക മന്ത്രിയും ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള എഫർട്ടിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരെ സ്പോൺസർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടർ TVയെ, അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ പ്രത്യേകം മലപ്പുറത്തിന് വേണ്ടിയിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം മലപ്പുറത്ത് മലബാറിൽ ഫുട്ബോൾ ആരാധകർ ഏറ്റവും അധികമുണ്ട്. എൻ്റെ ഒരു സ്വകാര്യമായിട്ടുള്ള സന്തോഷമെന്ന് പറയുന്നത് വിമാനത്താവളത്തിൽ നിന്ന് അവരിറങ്ങി നേരെ ഹൈവേയിലേക്ക് കടന്ന് വളാഞ്ചേരിയിൽ വെച്ചിട്ടാണ്, എൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ്, എൻ്റെ തറവാട് വീടിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് അവർ പിന്നെ മാറിക്കേറി സഞ്ചാരം തുടരുന്നത്. അപ്പോൾ ഓപ്പൺ വാഹനത്തിൽ വളാഞ്ചേരി വരെ, വളാഞ്ചേരിയിലെ ഫ്ലൈ ഓവർ കഴിഞ്ഞ് അവിടെയാണ് എൻ്റെ തറവാടുള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു മാറ്റം നടക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വളാഞ്ചേരിയിൽ അത് എത്തുന്നു എന്നുള്ളത് അത് കേരളത്തിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ അധ്യായമാകും. അതിന് മുന്നിട്ടിറങ്ങിയ കേരള സർക്കാരിനെ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ, കായിക മന്ത്രി ശ്രീ അബ്ദുറഹിമാനെ, അതുപോലെ തന്നെ സ്പോൺസർഷിപ്പിന് രംഗത്ത് വന്ന റിപ്പോർട്ടർ TVയെ ഞാൻ അഭിനന്ദിക്കുന്നു. വലിയ ആവേശത്തിൽ തന്നെയാണ് അദ്ദേഹവും അർജന്റീന ടീമിൻ്റെ മെസ്സിയുടെ വരവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.